മഴ വേണ്ടേ നമുക്ക്? നമ്മൾ ഈ മഴ കഴിയുമ്പം ഞാൻ പറഞ്ഞ പോലെ ആ എക്സ്റ്റെൻഡഡ് ബ്രേക്ക് വരുമ്പം എല്ലാവരും പറയും എങ്ങനെയും ഒരു മഴ വന്നാൽ മതി. അപ്പോൾ 5 ദിവസം ആ മഴ നീണ്ടു നിന്നു, അതിനാണ് സ്പെല്ലെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 5 ദിവസം നീണ്ടു നിന്ന വലിയ സ്പെല്ലൊന്നും ഇവിടെ പെയ്തില്ല. ഇവിടെ 2-3 ദിവസമേ ഈ ഒരു വലിയ സ്പെല്ലുണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് മഴ കുറയുക ചെയ്തു. 200 മില്ലിമീറ്റർ മഴ 24 മണിക്കൂർ കൊണ്ട് ലഭിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പം 300 മില്ലിമീറ്റർ മഴയൊക്കെ 6 മണിക്കൂർ കൊണ്ട് ലഭിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. ആ 2 ദിവസത്തെ മഴ കഴിഞ്ഞ് മഴ നിന്നിട്ട് പോലും തിരുവല്ലയിലും റാന്നിയിലും ഒക്കെ വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല. അതൊരു പുതിയ പ്രതിഭാസമാണ്. ഈ അവസരത്തിലാണ് മാധവ് ഗാഡ്ഗിൽ ഈ റിപ്പോർട്ട് എഴുതുന്നെങ്കിലുണ്ടല്ലോ പശ്ചിമഘട്ടത്തിലെ കൂടുതൽ മേഖലകൾ ഒരുപക്ഷെ എക്കോളജിക്കലി സെൻസിറ്റീവ് സോണാക്കി മാറ്റിയാണ് പുള്ളി. പ്രകൃതിയെ പറ്റിയും കനാലിനെ പറ്റിയും ഓടയെ പറ്റിയും തണ്ണീർത്തടങ്ങളെ പറ്റിയും സംസാരിക്കുന്നത് 4 ദിവസം നമ്മുടെ വീട്ടിലായാലും റോഡിൽ വെള്ളം കയറുമ്പോൾ മാത്രമേ ഉള്ളൂ. കുസാറ്റ് കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷാണ്. നമസ്കാരം സാർ. അപ്പം നമുക്കറിയാം കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള കാലവർഷമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ മഴ വന്നു. അത് പല പല മേഖലകളിലായിട്ട് പല രീതിയിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു അൺപ്രഡിക്റ്റബിൾ ഫാക്ടർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വിദഗ്ധൻ എന്ന നിലയിൽ ഈ കാലാവസ്ഥയെ, ഈ കാലവർഷത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, നമ്മൾ ഇത് ഒന്നാമത്തേത് ഇത് അപ്രതീക്ഷിതമല്ല. രണ്ടാമത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു മൺസൂൺ കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പം ഇപ്പം തന്നെ എല്ലിനോയുടെ ഒരു എഫക്റ്റ് ഓൾ ഓവർ വേൾഡ് ഉണ്ട്. അത് കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ മൺസൂൺ മഴയാണ് ബാധിക്കുന്നത്. കേരളത്തിലെ മഴ ഇപ്പം ഈ ഒരു സ്പെല്ലിന് മുമ്പിലത്തെ മഴ നോക്കിക്കഴിഞ്ഞാൽ 36% മഴ കുറവായിരുന്നു. അതായത് 2 മാസം ജൂലൈ 31 വരെ നമുക്ക് ലഭിക്കേണ്ട മഴയിൽ 36% മഴക്കുറവായിരുന്നു. അപ്പോൾ ആ മഴക്കുറവ് ഉണ്ടായ സമയത്താണ് ഈ ഒരു സ്പെല്ല് വന്നത്. അതായത് മൺസൂൺ നമ്മൾ ഒരു മൺസൂൺ ഉണ്ടായ സമയം തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ ലാസ്റ്റ് 10 ഇയേഴ്സിലെ മൺസൂൺ എടുത്തു കഴിഞ്ഞാൽ മൺസൂണിൽ ഇങ്ങനെ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതായത് ഒരു സീസണിൽ തന്നെ ഇതുപോലെ മൺസൂൺ സജീവ കാലഘട്ടത്തിലേക്ക് കിടക്കുന്ന അവസ്ഥകളുണ്ട്. അതിന് നമ്മൾ ടെക്നിക്കലി ആക്റ്റീവ് ബ്രേക്ക് എന്നൊക്കെ പറയും. ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജീവ കാലഘട്ടം, ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയ മഴയൊന്നും ഇല്ലാത്ത. അപ്പോൾ ഇപ്പം കണ്ടുവരുന്നത് ഈ ബ്രേക്കിൻ്റെ ഡ്യൂറേഷൻ കൂടുന്നു. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ 2 മഴകൾ തമ്മിലുള്ള ഇടവേളകൾ കൂടി വരുന്നു. രണ്ടാമത് ഈ ആക്റ്റീവ് വരുമ്പോഴത്തേന് അതൊരു അതിതീവ്ര മഴയുടെ സ്വഭാവമുള്ള ഒരു സജീവ കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അപ്പം പണ്ടത്തെ മൺസൂണും ഇപ്പോഴത്തെ മൺസൂണും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. പണ്ടും നമുക്ക് ടോട്ടൽ മഴ കിട്ടുന്നതിൽ വലിയ മാറ്റമൊന്നുമില്ല. ഈവൻ കേരളത്തിൽ മൺസൂൺ മഴയിൽ വലിയ കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടോട്ടൽ ഒരു സീസണിൽ കിട്ടേണ്ട മഴയിൽ അത്രയും കിട്ടുന്നുണ്ടല്ലോ, അതിനേക്കാളും കുറവാണ് കിട്ടും. അപ്പം 2024 ഈ മുണ്ടകൈ ദുരന്തം ഉണ്ടായ വർഷം 14% മൺസൂൺ കുറവാണ്. അതിനു മുമ്പ് 23. ഏകദേശം ഒരു കഴിഞ്ഞ 10-12 വർഷത്തിൽ ഒരു 8-9 വർഷവും മൺസൂൺ മഴക്കുറവാണ്. 15-20% ആ മഴക്കുറവിലാണ്. അപ്പം അതാണ് അതിൻ്റെ ഒരു ജനറൽ ട്രെൻഡ്. പക്ഷെ അതിനുള്ളിലാണ് ഈ പറഞ്ഞ പോലെ ഈ സ്പൈക്സ് വരുന്നത്, ഈ സജീവ കാലഘട്ടം വരുന്നത്. അപ്പോൾ സജീവ കാലഘട്ടം പണ്ടത്തെ പോലുള്ള വരുന്നത്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സജീവ കാലഘട്ടത്തിലെ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴും ഒരു ദിവസം ഒരു 200 മില്ലിമീറ്റർ 20 സെൻറ്റിമീറ്റർ മഴയൊക്കെ ഈ സജീവ കാലഘട്ടം ഉണ്ടാകുമ്പം പണ്ടും സജീവ കാലഘട്ടത്തിലെ നോർമലാണ്. അതായത് മൺസൂൺ മഴയുടെ നോർമലല്ല, സജീവ കാലഘട്ടം ഉണ്ടാകുമ്പം ഏതെങ്കിലുമൊക്കെ പ്രദേശത്ത് 200 മില്ലിമീറ്റർ മഴയൊക്കെ രേഖപ്പെടുത്തിയ വർഷം അങ്ങനെ രേഖപ്പെടുത്താറുണ്ട്. അതിൻ്റെ ഒരു നോർമൽ അവസ്ഥയാണ്. അപ്പോൾ ഇപ്പോഴും സംഭവിച്ചതാണ് മൺസൂണിൻ്റെ ഈ റെയിൻ ബിയറിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ മൺസൂണിൻ്റെ മഴയെ സ്വാധീനിക്കുന്ന ഇപ്പം ഓഫ് ഷോർ ട്രഫ് അല്ലെങ്കിൽ ഈ പശ്ചിമ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ന്യൂനമർദ്ദപാത്തി, പിന്നെ മൺസൂൺ സമയത്ത് സെൻട്രൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു മൺസൂൺ മഴപ്പാത്തി ഉണ്ട്, അത് ലാൻഡിൽ കൂടെ ഉള്ളത്. അതിനുള്ളിൽ തന്നെ ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടും. അതോടൊപ്പം തന്നെ ഈ പസഫിക്കിൽ ടൈഫൂൺസ് വരും. ഇപ്പോൾ ഒരു ഡോൾഫിൻ എന്ന് പറയുന്ന ടൈഫൂണൊക്കെ ഉണ്ട്. അപ്പം ഇത്തരം സിസ്റ്റങ്ങളാണ് മൺസൂൺ കാറ്റിനെ നമ്മുടെ പശ്ചിമഘട്ടത്തിലേക്ക് കുറച്ച് ശക്തിയോടുകൂടി പിടിച്ചു വലിക്കുന്നത്. അപ്പോൾ ഇത് വരുമ്പോഴാണ് നമുക്ക് സജീവ അതർവൈസ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ജൂലൈ 31 വരെ സാധാരണഗതിയിൽ ഒരു നോർമൽ മൺസൂൺ ഉണ്ടാകുന്ന സമയത്ത് പോലും ഈ 2 മാസത്തിനുള്ളിൽ 1-2 സജീവ കാലഘട്ടം ഉണ്ടാകേണ്ടതാണ്. അതുണ്ടായില്ല ഈ വർഷം. ആലോചിച്ച് നോക്കണം. അപ്പം കിഴക്കൻ മേഖലയിലായാലും ഇടുക്കിയിലായാലും വയനാട്ടിലായാലും പാലക്കാടായാലും പത്തനംതിട്ട കിഴക്കൻ മേഖലയിലായാലും കിട്ടേണ്ട മഴ ഇതിന് കിട്ടിയിട്ടില്ല. കിഴക്കൻ മേഖലയിൽ മഴ കിട്ടുന്ന ഒരേ ഒരു സ്പെല്ല് ഈ മൺസൂൺ തുടങ്ങി 65 ദിവസം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഏകദേശം ഇടുക്കിയുടെ കിഴക്കൻ മേഖലയിലും. അതുകൊണ്ടാണല്ലോ ഇടുക്കി ഡാമിൽ ഇതിനു മുമ്പ് 25% അതിൻ്റെ സംഭരണശേഷി കുറഞ്ഞു. ഇപ്പോഴാണ് അത് ഇച്ചിരി മേക്കപ്പ് ചെയ്ത് വരുന്നത്. 37-38 ആയെന്ന് തോന്നുന്നു.
അപ്പം മഴ വേണ്ടേ നമുക്ക്? നമ്മൾ ഈ മഴ കഴിയുമ്പം ഞാൻ പറഞ്ഞ പോലെ ആ എക്സ്റ്റെൻഡഡ് ബ്രേക്ക് വരുമ്പം എല്ലാവരും പറയും എങ്ങനെയും ഒരു മഴ വന്നാൽ മതി എന്ന്. അപ്പം ഇത് കഴിഞ്ഞ ആഴ്ച വരെ മഴക്കുറവിനെ പറ്റി നമ്മൾ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കറണ്ടിൻ്റെ ചാർജ് കൂടെ പുറത്തുനിന്ന് നമുക്കറിയാമല്ലോ, ചൂട് കൂട്ടിയിട്ട് ഈ വേനൽക്കാലത്തുണ്ടാകുന്ന റെക്കോർഡ് ഉപഭോഗത്തിലേക്ക് വന്നു. അപ്പം ഇതെല്ലാം മൺസൂൺ മഴയെ ഡിപ്പെൻഡ് ചെയ്യുന്ന. അപ്പം നമ്മൾ വിചാരിച്ചോ മഴ വന്നിരുന്നുവെങ്കിൽ. ഇപ്പം നമ്മൾ അപ്പം നമ്മൾ മഴയെ വിളിച്ചു വരുത്തി. ആ മഴ എന്ന് പറഞ്ഞാൽ ഓക്കെ, മൺസൂൺ കൊണ്ടു തന്നു നമുക്ക് ആ മഴ. അതൊരു സ്വാഭാവികമായിട്ട് സജീവ കാലഘട്ടത്തിൽ കിട്ടുന്ന മഴയാണ്. അതും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ട് കാലത്തൊക്കെ സജീവ കാലഘട്ടം, ഇപ്പോൾ 2018, 19 ഇനി മഴക്കുറവുള്ള വർഷങ്ങളിലായാലും ഈ സജീവ കാലഘട്ടത്തിലേക്ക് പോകുമ്പം സ്റ്റേറ്റ് വൈഡ് ആവറേജ് മഴ എന്ന് പറയുന്ന ഒരു 10 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ മഴ കിട്ടും. ഈ സ്പെല്ലിൽ ഏകദേശം 7-8 സെന്റിമീറ്റർ മഴയെ കിട്ടിയിട്ടുള്ളൂ. അപ്പം കുറവാണ്. സാധാരണ സജീവ ഒരു ടിപ്പിക്കൽ ആക്റ്റീവ് സമയത്ത് കിട്ടുന്നതിൽ വളരെ ഒരു നോർമൽ അല്ലെങ്കിൽ നോർമലോ അല്ല ഇതിലും കുറവാണ്. 18-ലും 20-ലും ഒക്കെ നമുക്ക് 10, 12, 15 സെന്റിമീറ്റർ വരെയൊക്കെ മഴ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആരാണ്ടൊക്കെ പറയുന്നത് ഈ 3 ദിവസം 250% മഴ. 2018-ലെ ഫ്ലഡിലൊക്കെ 600-700% മഴ കൂടുതലുണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അത് അങ്ങനെ നമ്മുടെ ശതമാന കണത്തിലൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പം ഇതൊരു എൻ്റെ ഒരു കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഞാൻ ഈ മൺസൂണിനെ അങ്ങനെ നോക്കുമ്പം ഒരു നോർമൽ മൺസൂണായിട്ടാണ് എനിക്ക് കാണാൻ പറ്റൂ. ഇതിപ്പം ഈ മഴ എത്ര ദിവസത്തേക്ക് കൂടെ നീണ്ടു നിൽക്കാനുള്ള സാധ്യത? അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? അതിനൊരു പാറ്റേൺ എങ്ങനെയായിരിക്കും? സജീവ കാലഘട്ടം വരുമ്പം ഒറ്റ ദിവസമായിട്ടല്ല അത് വരുന്നത്, അതൊരു സ്പെല്ലായിട്ടാണ് വരുന്നത്. അപ്പം ഇതിനൊരു ടിപ്പിക്കൽ ഒരു അനലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങൾക്ക് 2019 നമ്മൾ ഇതിനു മുമ്പ് കവലപ്പാറ പുത്തുമല ദുരന്തം ഉണ്ടായ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് ജൂലൈ 31 വരെ 36%, 35% മഴക്കുറവായിരുന്നു. അതിനുശേഷം ഓഗസ്റ്റിൽ 6 മുതൽ 8 വരെയുള്ള അല്ലെങ്കിൽ 4 മുതൽ 8 വരെയുള്ള 5 ദിവസത്തെ മഴ കൊണ്ടാണ് ഈ 36% മഴയും കുറഞ്ഞു. അതുവരെ കിട്ടേണ്ടതിനേക്കാളും കൂടുതൽ മഴയായിട്ട് അത് മാറുകയും ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസത്തോളം ഉള്ള മഴക്കുറവ് ഒറ്റ സ്പെല്ലിൽ. ആ സ്പെല്ല് വരുന്നത് സ്പെല്ലെന്ന് പറയുന്നത് അതുകൊണ്ടാണ്, ഒറ്റ ദിവസത്തെ മഴയല്ല, ആ ഒരു കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മഴയാണ്. അപ്പോൾ 5 ദിവസം ആ മഴ നീണ്ടു നിന്നു, അതിനാണ് സ്പെല്ലെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 5 ദിവസം നീണ്ടു നിന്ന വലിയ സ്പെല്ലൊന്നും ഇവിടെ പെയ്തില്ല. ഇവിടെ 2-3 ദിവസമേ ഈ ഒരു വലിയ സ്പെല്ലുണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് മഴ കുറയുക ചെയ്തത്. 2-3 ദിവസമാണ് നല്ലപോലെ മഴ കിട്ടിയത്. അത് കഴിഞ്ഞ് മഴ സ്വാഭാവികമായിട്ട് കുറയുകയാണ് ചെയ്തത്. അപ്പോൾ അതിപ്പോൾ ഒരു കുറയുന്ന ട്രെൻഡാണ്. ചിലപ്പം ഈ ഒരു രീതിയിൽ നീണ്ടു നിന്ന് പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ ന്യൂനമർദ്ദങ്ങളും ഒക്കെ വീണ്ടും രൂപപ്പെടാനുള്ള സാഹചര്യമുണ്ട്. ഒരു ചക്രവാതി ചുഴി അല്ലെങ്കിൽ ന്യൂനമർദ്ദം വന്നു കഴിഞ്ഞാൽ വീണ്ടും മഴ കൂടാം. അത് നമുക്ക് അങ്ങനെ എക്സാക്റ്റായിട്ട് അതപ്പം വരുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ സ്റ്റിൽ ഈ ഒരു വീക്ക്, എൻ്റയർ വീക്ക്, ഒരു 10-ാം തീയതി വരെയൊക്കെ ഇത് ഏറിയും കുറഞ്ഞും ഈ മഴ കണ്ടിന്യൂ ചെയ്ത് പോകാം. അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ 1-2 ദിവസം അതിതീവ്ര മഴയുടെ സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. മനസ്സിലായി? ഈ സിസ്റ്റങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഒരു 10-15 വരെയൊക്കെ നമുക്ക് 12 വരെയൊക്കെ എങ്കിലും നമുക്ക് അത്ര ശക്തമായില്ലെങ്കിലും ഈ മഴയുടെ ഒരു പാറ്റേൺ ഏറ്റക്കുറച്ചിലൂടെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതും. ഇരട്ട ചക്രവാത ചുഴി കാരണമാണ് നമുക്ക് ഇത്രയും അതിശക്തമായ മഴ ഉണ്ടാകുന്നതെന്നൊക്കെ വായിച്ചു കേട്ടു. എന്താണ് ഈ ഇരട്ട ചക്രവാത ചുഴി എന്ന് പറയുന്നത്? കുറച്ചുകൂടെ ലേമാൻ ടേമിലേക്ക് വരുന്ന സമയത്ത് നമുക്കത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? മൺസൂൺ മഴ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ന്യൂനമർദ്ദപാത്തിയും ന്യൂനമർദ്ദങ്ങളും, മൺസൂൺ മഴപാത്തിലുള്ള ന്യൂനമർദ്ദങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ചക്രവാത ചുഴിയൊക്കെ കൂടുതൽ കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസിലല്ല, അത് അപ്പർ എയറിലാണ്, കുറച്ചുകൂടെ ഉയർന്ന അന്തരീക്ഷത്തിൽ സൈക്ലോണിക് സർക്കുലേഷൻ എന്ന് പറയും, കാറ്റിൻ്റെ കറക്കം. അത് ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ എതിർ ഘടികാര ദിശയിലായിരിക്കും, ആൻറ്റി ക്ലോക്ക്വൈസിലായിരിക്കും അത് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കറക്കമുള്ളപ്പം താഴെ ഇതിനെ ഈ വായുവിനെ മേളിലേക്ക് സക്ക് ചെയ്ത് തന്നിട്ട് താഴെ ഇതിൽ കൺവെർജൻസ് വരും. ആ വായു മേളിലേക്ക് ഉയരും. ആ മേളിലേക്ക് വായു ഉയരുമ്പോഴാണ് കൂടുതലും മേഘരൂപീകരണമൊക്കെ സാധ്യമാകുന്നത്. അപ്പം ആ ചക്രവാത ചുഴിയാണ് വായുവിൻ്റെ ഈ മൂവ്മെൻറ്റിനെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ബാഷ്പീകരിച്ച വായുവിനെ അല്ലാത്ത വായുവിനെ അതിൽ ജലബാഷ്പം കാണും. ഈ വായു ഉയരുന്ന സമയത്ത് ഈ വായു തണുക്കുന്നത് കൊണ്ട് അതിലുള്ള ജലബാഷ്പം ഘനീഭവിക്കും. അങ്ങനെയാണ് മഴമേഘങ്ങളായിട്ട് അത് മാറുന്നത്. അപ്പോൾ ഈ ചക്രവാത ചുഴി യഥാർത്ഥത്തിൽ മഴമേഘങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു കണ്ടീഷനാണ് അവിടെ സൃഷ്ടിക്കുന്നത്. അപ്പം ഒരു ചക്രവാത ചുഴി എന്ന് പറയുമ്പം ആ ഒരു ഇരട്ട ചക്രവാത ചുഴി എന്ന് പറഞ്ഞാൽ അത് ഡിപ്പെൻഡിങ് ആണ് ഏത് സ്ഥലത്താണ് അത് ഫോം ചെയ്യുന്നതിനനുസരിച്ച് അതാത് സ്ഥലങ്ങളിൽ ഈ മഴമേഘങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടും. ചിലപ്പം ഇത് കാരണം മറ്റ് മേഖലയിൽ മഴയെ
ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഇതാണ് ഉള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേന് ഈ മഴയുടെ ഫേവറബിൾ കണ്ടീഷൻ ഉണ്ടാകും. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞു മഴയുടെ അളവ് ആക്ച്വലി നമുക്ക് കുറയാണ് ചെയ്തിട്ടുള്ളത്, പക്ഷെ മഴക്കെടുതി കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിന്റെ ഒരു ഭൂഘടനയാണോ അതിന് കാരണം? എന്തുകൊണ്ടാണ് മഴ കുറയും അതേസമയം മഴക്കെടുതികൾ കൂടുകയും ചെയ്യുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം രണ്ട് കാരണങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മഴയുടെ പാറ്റേണിൽ ഉണ്ടാകുന്ന മാറ്റം. അത് ആഗോളതാപനവുമായിട്ടൊക്കെ കുറേയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. കാരണം അന്തരീക്ഷത്തിലെ താപനില കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷത്തിന് കൂടുതൽ നീരാവിയെ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ ഈ നീരാവിയാണല്ലോ ഘനീഭവിച്ച് മഴയായിട്ട് മാറുന്നത് അല്ലെങ്കിൽ മേഘങ്ങളായിട്ട് മാറുന്നത്. അപ്പം കൂടുതൽ നീരാവി ഉൾക്കൊള്ളുന്നതിനനുസരിച്ച് കൂടുതൽ മഴത്തുള്ളികൾ ഉണ്ടാവുകയാണ്, അല്ലെ മേഘങ്ങൾ ഉണ്ടാവുകയാണ്, കട്ടിയുള്ള മേഘങ്ങൾ ഉണ്ടാവുകയാണ്. ആ കട്ടിയുള്ള മേഘങ്ങളാണ് പിന്നീട് മഴയുണ്ടാകുന്ന സമയത്ത് വലിയ മഴയായിട്ട് മാറുന്നത്. അപ്പോൾ അതിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മഴയുടെ പാറ്റേണിലുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ മുമ്പേ സൂചിപ്പിച്ച പോലെ വരുന്ന മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് 200 മില്ലിമീറ്റർ മഴ 24 മണിക്കൂർ കൊണ്ട് ലഭിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പം 300 മില്ലിമീറ്റർ മഴയൊക്കെ 6 മണിക്കൂർ കൊണ്ട് ലഭിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. അപ്പം മഴയുടെ ഇൻറ്റൻസിറ്റി അല്ല വ്യത്യാസം. ഒരു ദിവസം കിട്ടേണ്ട മഴ എന്ന് പറഞ്ഞാൽ പണ്ടും ഈ മഴയെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അതിതീവ്ര മഴയെന്ന് പറയുന്നത് 200 മില്ലിമീറ്ററിന് മുകളിൽ ഒരു 24 മണിക്കൂർ മഴ പെയ്യുന്നതിനായി അതിതീവ്ര മഴയെന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കിട്ടുന്നതും അതിതീവ്ര മഴയാണ്, 200 അല്ലെ 300 മില്ലിമീറ്റർ മഴയാണ്. പക്ഷെ അത് എങ്ങനെ കിട്ടുന്നു എന്നുള്ള പ്രധാനപ്പെട്ടാണ്. ഇപ്പം കിട്ടുന്ന ഈ അതിതീവ്ര മഴ കൂടുതലും ഇപ്പം കഴിഞ്ഞ സ്പെല്ലായാലും രാത്രി 9 മണി വരെ ഓറഞ്ച് അലേർട്ടാണ്, അല്ലെങ്കിൽ അതിന് അതിശക്തമായ മഴയാണ്. ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ 200 മില്ലിമീറ്റർ വരെ പ്രതീക്ഷിക്കാം. പക്ഷെ രാത്രി 9 മണിക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ മഴ പെയ്തത്. 9 മണി തൊട്ട് രാവിലെ വരെയാണ് മഴ. ആ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ കൊണ്ടാണ് ഈ 300 മില്ലിമീറ്റർ മഴ പെയ്യുന്നത്. അപ്പം 200 മില്ലിമീറ്റർ മഴ 24 മണിക്കൂർ ഒരു മലമ്പ്രദേശത്ത് പെയ്യുന്നതും 300 മില്ലിമീറ്റർ മഴ 6 മണിക്കൂർ കൊണ്ട് പെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം മഴയുടെ ആ ഒരു ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യുന്നത് ഒരു ഫാക്ടർ. കാരണം അത് അങ്ങനെ സംഭവിക്കുമ്പം മഴയ്ക്ക് കൂടുതലും മണ്ണിലേക്ക് ഊർന്നിറങ്ങാനും അല്ലെങ്കിൽ അവിടെ പിടിച്ചു നിർത്താനും ഒക്കെയുള്ള ഒരു ശേഷി കുറയും. തന്നെയല്ല ചെറിയ മഴയാകുമ്പം വളരെ പതുക്കെ അത് മേളിൽ നിന്ന് താഴോട്ട് ഒഴുകി വരുത്തുകയുള്ളൂ, സർഫസിലൂടെ റൺ ഓഫ് ആകത്തുള്ളൂ. പക്ഷെ വലിയ മഴയാണെങ്കിൽ സംഭവിക്കുന്നത് മണ്ണ് കൂടുതലും ജലപൂരിതമാകും. മണ്ണിന് പിന്നീട് അല്ലെങ്കിൽ പ്രകൃതിക്ക് നമ്മുടെ പശ്ചിമഘട്ടത്തിന് ഇത് കൂടുതൽ പിടിച്ച് നിർത്താൻ പറ്റാതെ വരും. അപ്പം പെയ്യുന്ന മഴ അപ്പം തന്നെ താഴോട്ട് ഒഴുകി വരും. അതാണ് മഴ മാറുന്നു, മഴ കൂടുതലാകുന്നു, മഴയുടെ പിന്നീട് മഴ ഇത് താഴെ വരുമ്പോൾ മഴയുടെ ഒഴുക്ക് കൂടുന്നു. അതിലും പറഞ്ഞ പോലെ മഴയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒഴുക്ക് കൂടാനുള്ള മാനുഷികമായിട്ടുള്ള പല പ്രശ്നങ്ങളും. ഇപ്പം പശ്ചിമഘട്ടത്തിൽ നിറയെ റോഡുകളാണ്, റോഡുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണങ്ങൾ നടക്കുന്നു. മറ്റ് നിർമ്മിതികൾ ഈ ഫസ്റ്റ് ഓർഡർ സ്ട്രീം, അത് വേനൽക്കാലത്തൊക്കെ ഇതൊക്കെ അപ്രത്യക്ഷമാകും. ഇപ്പം ഈ മഴ പെയ്തിട്ട് ഫസ്റ്റ് ആ ഒരു സ്ട്രീമിലൂടെ വന്നിട്ടാണ് പുഴകളിലേക്ക് എത്തുന്നത്. ഈ ഫസ്റ്റ് ഓർഡർ സ്ട്രീമൊക്കെ അടച്ചു വെച്ചിട്ടുള്ള നിർമ്മാണങ്ങളാണ് നടക്കുന്നത്. അപ്പം ലാൻഡ് സ്ലൈഡും ഒക്കെ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. ഈ ഫസ്റ്റ് ഓർഡർ സ്ട്രീമിലൂടെ വെള്ളം ഒഴുകി പോകേണ്ടതിനെ പിടിച്ച് നിർത്തിയിട്ട് അതിങ്ങനെ ആ മണ്ണിൽ ഓവർ ദി ടൈം അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ഈ ബേസ്റ്റായിട്ട് വരുന്നത്, ഈ പറഞ്ഞ പോലെ ഡെബ്രിസ് ഫ്ലോ ആയിട്ടൊക്കെ വരുന്നത്. അപ്പം അതർവൈസ് അല്ലെങ്കിൽ ആ സ്ട്രീമിനെ വഴി തിരിച്ചു വിടുകയോ ബ്ലോക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് കാരണം അതുപോലെ ലാൻഡ് സർഫസിലുണ്ടാകുന്ന ചേഞ്ച് പണ്ട് കാലത്ത് ഈ ഉള്ള മണ്ണിൻ്റെ ആ ഒരു ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ജൈവാംശം കുറഞ്ഞിട്ടുണ്ട്. ഈ വലിയ മഴ വന്നിട്ട് ജൈവാംശമുള്ള മണ്ണ് കുറച്ചുകൂടെ മഴയെ തടഞ്ഞു നിർത്താനും അല്ലെങ്കിൽ അതിനെ അതുപോലെ തന്നെ കനോപ്പി നമ്മുടെ വനാവരണം കൂടിയെന്ന് പറഞ്ഞാലും മഴയെ പിടിച്ചു നിൽക്കുന്ന തരത്തിലുള്ള ആ ഒരു ഇത് കുറഞ്ഞിട്ട് അപ്പം പശ്ചിമഘട്ടത്തിന് ഓവർ ദി ഇയേഴ്സ് മഴയെ പിടിച്ചു നിർത്താനുള്ള ശേഷി കുറഞ്ഞു. അപ്പോൾ ഉള്ള ഈ അതിതീവ്ര മഴയുടെ വെള്ളം മുഴുവൻ ഒഴുകി താഴേക്ക് വരും. താഴേക്ക് വരുന്നത് സംഭവിക്കുന്നത് എന്താ, ഈ പണ്ട് കാലത്ത് ഈ ഒഴുകി വരുന്ന നോർമലായിട്ട് ഒഴുകി വരുന്ന പണ്ട് കാലത്ത് ഈ ചെറിയ മഴയിൽ 3-4-5 മണിക്കൂർ എടുത്ത് താഴെ എത്തുന്ന വെള്ളം ഇപ്പോൾ സംഭവിക്കുന്നത് വെള്ളം ഓടിപ്പോവുകയാണ്. പണ്ട് നടന്നു വരുന്ന വെള്ളം ഇപ്പോൾ ഓടിപ്പോവുകയാണ്. ഇപ്പം 2 മണിക്കൂർ കൊണ്ട് താഴെ എത്തുന്നു. 2 മണിക്കൂർ താഴെ എത്തുന്നത് ചെറിയ വെള്ളമല്ല, വലിയ വെള്ളം താഴെ എത്തുന്നു. താഴെ എത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താ, താഴെ എത്തുമ്പം അവിടെയും മനുഷ്യൻ ആണ് പ്രശ്നം. അവിടെയും നമ്മൾ പണ്ട് കാലത്ത് പുഴ പരന്നൊരുങ്ങിയിരുന്നു. ഇപ്പം പുഴയുടെ ആഴം കൂട്ടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പുഴയെ നദീതടങ്ങളിലേക്ക് ഒഴുകിപ്പോയിരുന്ന പുഴയെ പിടിച്ചു വെച്ച് നമ്മൾ ചോക്ക് ചെയ്യിപ്പിക്കുകയാണ്.
അപ്പം പുഴയുടെ ചുറ്റുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, പുഴയുടെ നദീതടങ്ങൾ കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, പിന്നെ ഇത് വന്ന് ഒഴുകി കിടക്കുന്ന ചതുപ്പ് നിലങ്ങൾ, കണ്ടൽക്കാടുകൾ, അല്ല വെറ്റ്ലാൻഡ്സ്, അതോടൊപ്പം തന്നെ ഈ പാടി നെൽവയലുകൾ കേരളത്തിൽ മുഴുവൻ ഇപ്പോൾ 8 ലക്ഷം ഹെക്ടർ ഉള്ളത് 2 ലക്ഷം ഹെക്ടറായിട്ട് മാറി. അപ്പോൾ ഈ നെൽവയൽ എന്നൊക്കെ പറഞ്ഞാൽ നെൽകൃഷിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതല്ല. നമ്മൾ ഓരോ സമയത്തുള്ള നെല്ലിൻ്റെ കൃഷി നോക്കി അറിയാം. വെള്ളത്തിലുണ്ടാകുന്ന നെല്ലാണ് ഈ മൺസൂൺ ടൈമിൽ, വെള്ളത്തിൽ കിടന്നുണ്ടാകുന്ന നെല്ലാണ്. അപ്പോൾ അത് ഫ്ലഡ് വന്നു കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ലാതെ നെല്ല് അത് മാനേജ് ചെയ്യും, അതിനെ വിസ്റ്റാൻഡ് ചെയ്യും. അപ്പം നെൽപ്പാടങ്ങളുടെ ഒരു ധർമ്മം നെല്ല് മാത്രമല്ല, ഇത്തരം അധിക പ്രളയജലം വരുമ്പം ഒഴുകിപ്പോയി പരന്നു കിടക്കാനുള്ള സ്ഥലങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഓവർ ദി ഇയേഴ്സ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കയറുന്നതെന്ന് പറഞ്ഞാൽ വീടുകളുടെ അവസ്ഥ എടുത്താൽ എന്താ? വീടുകളുടെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5-10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ 5 സെന്റിൽ വീട് കാണും, അതിന് ചുറ്റും ബാക്കി 5 സെന്റ് ഈ പേവിംഗ് ബ്ലോക്ക്, ഇന്റർലോക്ക് ഇട്ട് വെച്ചേക്ക് പോവാം. ഒരു തുള്ളി വെള്ളം മണ്ണിലേക്ക് പോവില്ല. അപ്പം നമ്മുടെ വീട്ടിൽ മണ്ണിൽ ഇറങ്ങേണ്ട ആ 10 സെന്റ് സ്ഥലത്ത് സംഭരിക്കപ്പെടേണ്ട വെള്ളം മുഴുവൻ പോകുന്നത് ഒഴുകി റോഡിലേക്കാണ്. റോഡിൽ എന്താ സംഭവിക്കുന്നത്? റോഡിൽ കാനകളില്ല. കാനകളൂടെ ചേർത്താണ് ഇപ്പം റോഡ് പണിയുന്നത്. തോടുകളുടെ വിസ്തീർണം കുറഞ്ഞു, കനാലുകളുടെ വിസ്തീർണം കുറഞ്ഞു. അപ്പം ഈ വരുന്ന മഴയെ അക്കോമഡേറ്റ് ചെയ്യാൻ പണ്ട് കാലത്ത് അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടിരുന്ന സ്ഥലങ്ങൾ നമ്മുടെ കുറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ മഴയെ മാത്രം, അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും മഴയും മഴപ്രവചനങ്ങളെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. അതേസമയം അവനോൻ വരുത്തി വെച്ച വിനയാണിതെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ അവിടുന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇപ്പം മീനച്ചിൽ, മണിമല, അച്ചൻകോവിൽ, പമ്പ, ഇതിൻ്റെ എല്ലാം വെള്ളം സംഭരിക്കപ്പെടേണ്ടത്, ഈ ഫ്ലഡ് വാട്ടർ സംഭരിക്കപ്പെടേണ്ടത് കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായലിലാണ്. കായലിൻ്റെ ഏരിയ ഏകദേശം 80% വിസ്തീർണം കുറഞ്ഞെന്നാണ് പറയുന്നത്. വിസ്തീർണം കുറയുന്നത് മാത്രമല്ല, ഈ നദികൾ കൊണ്ടുവരുന്ന എക്കലും ചെളിയും എല്ലാം അടിഞ്ഞതിൻ്റെ ഡെപ്തും കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വേമ്പനാടിൻ്റെ കായലിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി ഓവർ ദി ഇയേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് മഴയിലാണ് തുടക്കം മഴയിലാണ്, അത് സമ്മതിച്ചു. ആ മഴയുടെ പാറ്റേൺ മാറുന്നുണ്ട്, അതിനെ ആർക്കെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു ലീവ് വിത്ത് ദാറ്റ്, ആ ചേഞ്ച്. അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ടത്, മനുഷ്യൻ ഈ മഴവെള്ളം കിടക്കേണ്ട സ്ഥലങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളൂടെ ചേരുമ്പോഴാണ് ഈ പണ്ടത്തെ പോലെ കടൽ വെള്ളം എടുക്കുന്നില്ല, നമ്മുടെ കായലുകൾ വെള്ളം എടുക്കുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? മഴ ആ 2 ദിവസത്തെ മഴ കഴിഞ്ഞ് മഴ നിന്നിട്ട് പോലും തിരുവല്ലയിലും റാന്നിയിലും ഒക്കെ വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല. അതൊരു പുതിയ പ്രതിഭാസമാണ്. പണ്ട് കാലത്ത് മഴ മാറിക്കഴിഞ്ഞാൽ, ഇപ്പം ഡാമും തുറന്നിട്ടില്ല, മഴ മാറിക്കഴിഞ്ഞാൽ സുഖമായിട്ടത് കുട്ടനാട്ടിലോ വേമ്പനാട്ട് ലേക്കിലോ എത്തുമായിരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ മഴവെള്ളത്തെ കായലുകളിൽ എത്തിക്കുന്ന ചെറു തോടുകളെ, വലിയ സ്ട്രീംസ്, നദികളെ, ഇതിൻ്റെ ഒഴുക്കിൽ തോടുകൾ, കനാലുകൾ, ഇതിനൊക്കെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അല്ലേ പിന്നെ തിരുവല്ലയിലൊക്കെ 3 ദിവസമായിട്ട് ഒരേ ലെവലിൽ വെള്ളം നിൽക്കില്ലല്ലോ. ഇപ്പം വലിയ ഹൈറ്റ് ഒന്നും ഇല്ല താനും. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. വെള്ളം പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന വെള്ളം ഒഴുകി കുട്ടനാട്ടിലും വേമ്പനാട്ടിലും പിന്നെ അറബിക്കടലിലും എത്തുന്ന ഒരു പാത്വേ ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ അതിന് തോട്ടപ്പള്ളി സ്പിൽവേയുടെ പ്രശ്നം, അവിടെ പറയുന്നത് കേട്ടത് ഷട്ടറുകളിൽ 3-4 തുറക്കാൻ പറ്റുന്നുള്ളൂ, ബാക്കിയൊന്നും തുറക്കാനേ പറ്റത്തില്ല. ആ രീതിയിലാണ്. അപ്പം അവിടുത്തെ പ്രശ്നങ്ങൾ. അപ്പം ഈ ഒരു നമ്മൾ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നൊക്കെ പറഞ്ഞ് വിഭജിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഇതിനെല്ലാം ഒരു കണക്ഷനുണ്ട്. ആ കണക്ഷനാണ് ഈ വെള്ളം. മൺസൂൺ മഴയാണ് ഈ പശ്ചിമഘട്ടത്തെ അറബിക്കടലുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ആ വെള്ളം ഒഴുകി അറബിക്കടലിൽ എത്തുമ്പോഴേ ആ സൈക്കിള്, ആ ഒരു ചക്രം, ജലചക്രം പൂർത്തിയാവുള്ളൂ. ആ ജലചക്രത്തിന് ഓരോ സമയത്തും സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. അതിൽ മഴയുടെ മാറ്റം അവിടെ കിടക്കുന്നു. ഇവാപറേഷൻ കൂടുന്നു, കൂടുതൽ നീരാവി വരുന്നു, ആ കൂടുതൽ നീരാവി കൂടുതൽ മഴയായിട്ട് മാറുന്നു. അത്രയും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മേളിൽ നടക്കുന്ന അത്രയും, അതായത് അന്തരീക്ഷം നടത്തുന്ന അത്രയും കാര്യങ്ങളിൽ നമുക്ക് അതിന് കാരണം മനുഷ്യനാണ്. ആഗോളതാപനവും സമുദ്രത്തിന്റെ ചൂടും കൂടുന്നതൊക്കെയാണ് ഇതിന് കാരണം, അതിന്റെ ഫണ്ടമെന്റൽ കാരണം. പക്ഷെ അതിനെ നമുക്ക് കേരളത്തിൽ ഇരുന്നുകൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഈ ആഗോളതാപനം മിറ്റിഗേഷൻ ലെവലിൽ ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണ്. അതാണ് മൂല കാരണം. അതിനെ ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ അതുണ്ട്. വി ഹാവ് ടു ലീവ് വിത്ത് ദാറ്റ് മേ ബി ഫോർ അനദർ 50-100 ഇയേഴ്സ്. പിന്നീട് സംഭവിക്കുന്നത് മൊത്തം നമ്മുടെ മനുഷ്യൻ വരുത്തിയ മാറ്റങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ, കാലാവസ്ഥയിലുണ്ടായ മാറ്റവും മനുഷ്യനുണ്ടാക്കിയ മാറ്റവും
രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഇത് നമുക്ക് ഒരു അപകടം സാധ്യത, മഴ ഫ്ലാഷ് ഫ്ലഡായിട്ട് മാറുന്നത്. പണ്ട് കാലത്ത് ഈ റാന്നിയിലും ഈ ഇവിടെയും അച്ചൻകോവിലും ആറന്മുളയൊന്നും ഇത്തരം ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാകാറില്ല. നദിയിൽ വെള്ളം വരുന്നു, അത് ഏറിക്കേറി വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ നദിയിലൂടെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കമാണ്. ഇപ്പൊ ഈ മഴ പെയ്ത് എങ്ങോട്ടും പോകാൻ പറ്റാത്ത രീതിയിൽ ചോക്ക് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള വെള്ളപ്പൊക്കമാണ്. മനസ്സിലായി? ഫ്ലാഷ് ഫ്ലഡ് എന്നൊക്കെ പറയുന്നത് പൊതുവേ ഉണ്ടാകുന്നത് നദീതടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ല. അത് അതിതീവ്ര മഴയാണ് അതിന് കാരണം. പക്ഷെ എന്നാലും നദിയിൽ വരുമ്പോഴത്തേനും അതങ്ങ് സ്ലോ ഡൗൺ ചെയ്യും. പക്ഷെ ഇപ്പം സംഭവിക്കുന്നത് കൂടുതലും മാനുഷിക പ്രവർത്തനങ്ങൾ കൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. ഞാൻ അതാ ആദ്യം തന്നെ പറഞ്ഞത്, മൺസൂണിൽ വലിയ വ്യത്യാസമൊന്നും കഴിഞ്ഞ 10 വർഷമായിട്ട് അല്ലെ 30 വർഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മഴയുടെ പെയ്ത്ത് അല്പം മാറിയിട്ടുണ്ട്. അതില്ലാന്ന് പറയുന്നില്ല, അല്പം മാറിയിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ച് പണ്ടത്തെ ചെറിയ മഴകൾ പോലും അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കുണ്ടായിരുന്ന പ്രകൃതി വ്യവസ്ഥകൾ ഓവർ ദി ഇയേഴ്സ് നഷ്ടപ്പെട്ടു. ഇത് ശരിക്കും ഒരു സിസ്റ്റമിക് പ്രശ്നം കൂടിയല്ലേ? അതായത് നമ്മുടെ സിസ്റ്റം ഇത് ചെയ്യേണ്ടിയിരുന്നല്ലേ? പ്രത്യേകിച്ചും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ഇത് നമ്മൾ ജീവിച്ചിരിക്കെ തന്നെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമെന്ന് പ്രഡിക്റ്റ് ചെയ്തിരുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മളിപ്പോൾ വിറ്റ്നസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിക്കും നമ്മുടെ ഗവേണിംഗ് സിസ്റ്റവും നമ്മളെല്ലാവരും ഈ സൊസൈറ്റിയും ചേർന്ന് പരിഹരിക്കേണ്ട ഒരു പ്രശ്നം കൂടിയല്ലേ ഇത്? തീർച്ചയായിട്ടും. അതിലെങ്ങനെയാണ് ഒരു പരിഹാരം ഉണ്ടാവാൻ സാധ്യത? അവിടെയാണ് ഈ പറഞ്ഞ പോലെ പോളിസി ലെവലിലും പ്രാദേശിക ജനവിഭാഗങ്ങൾക്കും ഒക്കെ ഈ പോളിസി ഡിസിഷനിലും ഒക്കെ മാധവ് ഗാഡ്ഗിൽ ഒരിടത്തും ആൾക്കാർ താമസിക്കണമെന്നോ അല്ലെ വികസന പ്രവർത്തനം നടത്തണമെന്നോ ഒന്നും നടത്തരുതെന്നോ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഈ അവസരത്തിലാണ് മാധവ് ഗാഡ്ഗിൽ ഈ റിപ്പോർട്ട് എഴുതുന്നെങ്കിലുണ്ടല്ലോ പശ്ചിമഘട്ടത്തിലെ കൂടുതൽ മേഖലകൾ ഒരുപക്ഷെ എക്കോളജിക്കലി സെൻസിറ്റീവ് സോണാക്കി മാറ്റിയാണ് പുള്ളി. കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങൾ അന്ന് അത്ര രൂക്ഷമല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം അത് മുൻകൂട്ടി കണ്ടു എന്നുള്ളതാണ്. അപ്പം മുൻകൂട്ടി കണ്ടെങ്കിലും ഇത്രയും രൂക്ഷമായിട്ടൊരു പക്ഷേ അദ്ദേഹം പോലും അത് എഴുതുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ പിന്നീടാണ് നമുക്ക് റിയലൈസ് ചെയ്തത്. കേരളം ഒന്നും നമ്മൾ ഏതെങ്കിലും സമയത്ത് വിചാരിച്ചോ നമ്മളിങ്ങനത്തെ 10 വർഷമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. അപ്പം ഈ പോളിസി ലെവലിൽ ഈ മാറ്റം വരണമെങ്കിൽ ജനങ്ങൾ വിചാരിക്കണം. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഈ ഒരു ഇഷ്യൂ കഴിയുമ്പോഴത്തേന് നമുക്ക് അടുത്ത ഇഷ്യൂ കിട്ടും. ഇപ്പം നമ്മൾ ഈ പ്രകൃതിയെ പറ്റിയും കനാലിനെ പറ്റിയും ഓടയെ പറ്റിയും തണ്ണീർത്തടങ്ങളെ പറ്റിയും സംസാരിക്കുന്നത് 4 ദിവസം നമ്മുടെ വീട്ടിലായാലും റോഡിൽ വെള്ളം കയറുമ്പോൾ മാത്രമേ ഉള്ളൂ. അതോടെ കൂടി അതവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് മീഡിയ ആയാലും ബാക്കി എല്ലാവരും അടുത്ത ടോപ്പിക്ക് കയറി പോവാണ്. പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടായോ? ഇല്ല. ഇനി ഇതിനെ പറ്റി ചർച്ച എന്നാ വരുന്നത്? അടുത്ത മഴയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആൾക്കാരുടെയും ഒരു സെൻസിറ്റിവിറ്റിയുടെ ഒരു ഈ ജെൻസി എന്നൊക്കെ പറയുന്നതിനെ ഞാൻ അത്ര സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ ഇത്തരം വിഷയങ്ങളൊക്കെ ജെൻസിയുടെ ഭാഗത്തുനിന്നല്ല. ഇപ്പം ഇത്തരം വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ജെൻസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുമില്ല. അതും വേറൊരു ഇത്. ഇപ്പോഴും പ്രായം ചെന്ന പരിസ്ഥിതിവാദികളാണ് ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ. ഇപ്പം CR നീലകണ്ഠനായാലും മാധവ് ഗാഡ്ഗിലായാലും അല്ലെങ്കിൽ ശ്രീധറായാലും എല്ലാം ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം ഇത് സമൂഹം ഏറ്റെടുക്കണം. ഞാൻ പറഞ്ഞിട്ടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്തഫലങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസുമാണ്. അതാണ് ഫണ്ടമെൻ്റൽ. പറഞ്ഞ പോലെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടോ? ഉണ്ട്. കാലാവസ്ഥാ വ്യതിയാനം എല്ലാവരെയും ബാധിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാവരെയും ഒരേപോലെയല്ല ബാധിക്കുന്നത്. കുട്ടനാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുട്ടനാടത്തിൽ നിന്ന് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ആ മൈഗ്രേഷൻ പാറ്റേൺ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാശുള്ളവനാണ് അവിടുന്ന് വീട് വിട്ടിട്ട് ചങ്ങനാശ്ശേരിയിലും ചെങ്ങന്നൂരും പോയി വീട് മേടിക്കുന്നത്, സ്ഥലം മേടിക്കുന്നത്. കാശില്ലാത്ത അവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള അവിടുത്തെ ആൾക്കാർ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ആൾക്കാർ തമാശയ്ക്ക് ഇപ്പം പറഞ്ഞു കേൾക്കുന്നുണ്ട് കുട്ടനാട്ടിലുള്ള വീടെങ്കിൽ ഇപ്പം പെണ്ണിനെ അയക്കുന്നില്ല എന്ന്. ഇതൊക്കെ ഒരു സോഷ്യൽ ഇഷ്യൂ അല്ലേ? ഇതിൻ്റെ കാരണം എന്താണ്? കുട്ടനാട് പണ്ടും ആൾക്കാർ വെള്ളത്തിൽ കൃഷി ചെയ്തിട്ടുണ്ട്, അവിടെ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ആൾക്കാർ ഇപ്പോൾ അതിൻ്റെ ഒരു മാസ് മൈഗ്രേഷനാണ് മറ്റു സ്ഥലത്തേക്ക്. കുട്ടനാട്ടിൽ നിന്ന് കിഴക്കോട്ട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു. കിഴക്ക് സംഭവിക്കുന്നതാ, പണ്ട് ഒരു 10-50-60 വർഷം മുമ്പ്, ഒരു 2-3 ജനറേഷന് മുമ്പ് ഉപജീവന മാർഗത്തിന് വേണ്ടി കൃഷിക്ക് വേണ്ടിയാണ് ആൾക്കാർ പശ്ചിമഘട്ടത്തിലേക്ക് പോയത്. ഇപ്പം അറിയാമല്ലോ, ഇപ്പം പശ്ചിമഘട്ടത്തിലേക്ക് പോകുന്നത് കൃഷിക്ക് വേണ്ടിയല്ല. ഇപ്പം പശ്ചിമഘട്ടത്തിലേക്ക് പോകുന്നത് റിസോർട്ടിന് വേണ്ടിയാണ്, റിസോർട്ട് ബിസിനസ്സിന് വേണ്ടിയാണ്. കൃഷിക്കോ ഉപജീവന മാർഗത്തിന് അന്ന് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ പശ്ചിമഘട്ടത്തിൻ്റെ വിഷയം വരുമ്പോഴും ഒക്കെ ആൾക്കാരെ, കർഷകരെ മുൻനിർത്തിയാണ് നമ്മളതിനെ ഈ പശ്ചിമഘട്ടത്തിലെ വലിയ ഖനന ലോബികളും അല്ലെങ്കിൽ റിസോർട്ട് മാഫിയകളും എല്ലാം അതിനെ പ്രതിരോധിക്കുന്നത് കർഷകരെ മുൻനിർത്തിയാണ്. യഥാർത്ഥത്തിൽ കർഷകരല്ല അവിടെ പ്രശ്നം.
ദേ നോ ഹൗ ടു ലീവ് വിത്ത് ദി നേച്ചർ. അവർ ഒരു പ്രകൃതിയെ പരിക്കേൽപ്പിക്കാത്ത തരത്തിലുള്ള കൃഷി രീതികളായിരുന്നു. റിസോർട്ട് മാഫിയ വരുമ്പോൾ എന്താണ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൊത്തം നടക്കുന്നത് ഫസ്റ്റ് ഓർഡർ സ്ട്രീമിനെയാണ്. അത് നമ്മൾ വേനൽക്കാലത്തോ ഒന്നും കാണത്തില്ല, ചിലപ്പോൾ മഴ വരുമ്പോൾ മാത്രമായിരിക്കും അത് തെളിഞ്ഞു വരുന്നത്. അതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ടുള്ള, അപ്പം അവിടുന്ന് തന്നെ ഹൈഡ്രോളജി കംപ്ലീറ്റ് ഒരു നാച്ചുറൽ ഹൈഡ്രോളജി ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതിലൊക്കെ മാറ്റം വരാതെ നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് എന്താ, അപ്പം അതുകൊണ്ടാണ് വാദകാളുകൾ പറഞ്ഞത് ഇതിനൊക്കെ നിയമനിർമ്മാണം കൊണ്ടുവരുമ്പം അതിൽ തദ്ദേശവാസികൾ അതിൽ പങ്കാളികളാണ്. ഇപ്പം നിങ്ങൾ ഇപ്പം തന്നെ പോയി നോക്കിയോ, ആൾക്കാർക്ക് സെൻസിറ്റിവിറ്റിയും ബോധവും ഒക്കെ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ പോലെ ആൾക്കാരെ ഒന്നും പറ്റിക്കാൻ പറ്റില്ല. കർഷകരായാലും നേറ്റീവായിട്ടുള്ള കർഷകർ, ഇപ്പം പശ്ചിമഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരായാലും ഇതിൻ്റെ പ്രശ്നങ്ങൾ അവർ റിയലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടുന്ന് ഞാൻ മുമ്പേ പറഞ്ഞത്, ഈ കുട്ടനാട്ടിൽ നിന്ന് കിഴക്കോട്ട് മൈഗ്രേഷൻ സംഭവിക്കുമ്പോൾ അവിടുത്തെ യഥാർത്ഥ കർഷകർ ഇപ്പം താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക, റിവേഴ്സ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുക. പണ്ട് കൃഷിക്ക് വേണ്ടി കയറിയ ആൾക്കാർ താഴോട്ട് വരുന്നു, ഇപ്പം റിസോർട്ട് കൃഷിക്ക് വേണ്ടി ആൾക്കാർ മുകളോട്ട് കയറുന്നു എന്നുള്ളതാണ്. ആ ടൂറിസം കൾച്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ കൃഷി രീതികളിൽ നമ്മുടെ നിർമ്മാണം, ഞാൻ പറയുന്നില്ല റിസോർട്ട് കെട്ടണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷേ റിസോർട്ടൊക്കെ കെട്ടുന്നതിനൊരു മിനിമം ഒരു മാനദണ്ഡങ്ങൾ വേണം. അത് അവിടുത്തെ ടെറൈൻ്റെ സ്ലോപ്പിനെ ബാധിക്കാതെ, അവിടുത്തെ വാട്ടർ ഫ്ലോയെ ബാധിക്കാതെ. ചില റിസോർട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വാട്ടർഫോൾ വരെയുള്ള റിസോർട്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ നേച്ചറിൻ്റെ ഒരു ഇതല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള മാറ്റം ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ തദ്ദേശവാസികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസന നയമാണ് പ്രാദേശിക അടിസ്ഥാനത്തിൽ വേണ്ടത്. അതുമാത്രമാണ് ഗാഡ്ഗിൽ പറഞ്ഞിട്ടുള്ളത്. ഗാഡ്ഗിൽ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അവിടുത്തെ ആൾക്കാർ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ആൾക്കാർക്ക് ഓക്കെ അവർ റിസോർട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഇതുണ്ട്.